ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇലയോ അതുപോലെ തന്നെ അച്ചോ ഒന്നും ഇല്ലാണ്ട് നല്ല ഒരു ഷേപ്പിൽ നമുക്ക് എങ്ങനെ ഇല ഇടാം അല്ലെങ്കിൽ കൊഴുക്കട്ട എന്നൊക്കെ പറയും അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് 1 കപ്പ് ജാഗരിയാണ് വെല്ലം, അത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് കച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഇപ്പം ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയാണ്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരിയ സേമിയില്ല ഒരു പായസമൊക്കെ ഉണ്ടാക്കുന്നത്, അതൊരു 1/4 കപ്പാണ് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പം അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നേരിയ സേമിയ ആയതുകൊണ്ട് വേഗം വെന്തോളാം. തടിയുള്ള സേമിയല്ല, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ നേരിയ സേമിയില്ല, അതാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സേമിയ എടുത്താൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ തന്നെ ആ സേമിയ ഒന്ന് വെന്ത് വരും. എന്നിട്ട് അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മസാലയൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഇതൊക്കെ അളവും ഇതൊക്കെ കൂടുതലെടുത്താൽ മതിയേ. എന്നിട്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലോണം വിളയിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ നമ്മൾ ജാഗരിയൊക്കെ നല്ല ഒന്ന് തിക്കായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഏലക്കായൻ്റെ ഇത് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. നട്ട്സ് അധികം പൊടിയേണ്ട ആവശ്യമില്ല, ഒന്ന് കടിക്കാനുള്ള ഒരു പാകത്തിന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇതുപോലെ നല്ല തിക്കായിട്ട് വരുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അവസാനമായിട്ട് ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗീയും കൂടെ വരുമ്പോൾ നമ്മൾ ഈ മസാലക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ മസാല എന്നുള്ളത്. അപ്പോൾ സേമിയും അതുപോലെ തന്നെ ഗീയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ അത് അവിടെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് റെഡിയാക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പത്തലിൻ്റെ പൊടിയില്ല, അതാണ് കേട്ടോ അരിപ്പൊടി. ഞാൻ ആമീസിൻ്റെ പത്തലിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് സാധാ വെള്ളമാണ് കേട്ടോ, സാധാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കാം കേട്ടോ. ഡോ ആക്കിയിട്ട് വരുന്നവർ കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഈസിയായി ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇലയട അല്ലെങ്കിൽ കൊഴുക്കട്ട എന്നൊക്കെ പറയും. നമ്മളെ നാട്ടിലൊക്കെ കണ്ണൂരൊക്കെ ഇലയട എന്നാണ് പറയുക ഇതിന്. ഓരോ സ്ഥലത്തൊക്കെ ഇതിന് കൊഴുക്കട്ട എന്നൊക്കെ പറയുന്നത് കേൾക്കലുണ്ട്. അതാണ് കേട്ടോ ഞാനിവിടെ രണ്ടും പറയുന്നത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് നമ്മൾ ഷേപ്പാക്കി എടുക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് വെച്ചിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ മസാല വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു അച്ചില്ലാണ്ട് നമുക്ക് എങ്ങനെ ഷേപ്പാക്കി എടുക്കുക എന്നുള്ള ആ ഒരു സീക്രട്ട് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മേലേക്ക് പണ്ടം വെച്ച് കൊടുക്കണേ. അപ്പോൾ പണ്ടൊക്കെ നല്ല തണുത്തിട്ടുണ്ടാകും ഈ ഒരു സമയം കൊണ്ട് തന്നെ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ടാകും തണിയുമ്പോഴേക്ക്. അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അധികം ഡ്രൈയും പറ്റില്ല, അധികം ലൂസാവാനും പറ്റില്ല കേട്ടോ ഈ ഒരു മസാല. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് കുറച്ചൊന്ന് വെച്ച് അതിൻ്റെ ആ സെൻറ്ററിലാക്കിയിട്ട് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ അടക്കം ഉണ്ടാക്കുന്നില്ല ആ ഒരു ഷേപ്പിൽ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് നമ്മൾ ആ സാധനത്തിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം തന്നെ നല്ല ഷേപ്പായിട്ട് വരും കേട്ടോ. അപ്പം നമ്മളൊക്കെ ഈ ഒരു സാധനം നമ്മളെപ്പോഴും ഉപയോഗിച്ചിട്ട് അങ്ങനെ കളയല ചെയ്യല്. സാധാരണ നമ്മൾ ഈ ഫ്രൂട്ട്സിനൊക്കെ ഉണ്ടാവില്ല ഈ ഒരു സാധനം, അതിൻ്റെ മേലെ കവർ ചെയ്തിട്ട് അതാണ് കേട്ടോ ഈ ഒരു സാധനം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണേ. കഴുകിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ബോൾസാക്കി വെച്ച മാവില്ലേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കിതുപോലെ നല്ല ഷേപ്പിലാക്കിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പം അച്ചും അതുപോലെ തന്നെ ഇലയും ഇല്ലാണ്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാമല്ലോ, ഒരു പണിയും ഇല്ലല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ, എന്തായാലും കിട്ടുമല്ലോ. ആ ഒരു അച്ചു വെച്ചിട്ട് വേണം സാധനം വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പം നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ
ബാക്കിയുള്ളതൊക്കെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കപ്പ് ജാഗരീൻ്റെ അതുപോലെ തന്നെ അരക്കപ്പ് തേങ്ങ വെച്ചിട്ട് ഇത്രയും എണ്ണം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആവിയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. ആവിയിൽ വെച്ചിട്ട് അത്രയല്ല ചെയ്യേണ്ടത്. നമുക്കൊരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ് അത്രയും വെക്കേണ്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ അട റെഡിയായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ആവി വറക്കുന്ന നല്ല അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ആ സേമിയൊക്കെ വരുന്നതുകൊണ്ട് നല്ല ഒരു ക്രഞ്ചിയും കിട്ടുന്നുണ്ട് കേട്ടോ കഴിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഗീയൊക്കെ ഇറങ്ങി വരുമ്പം നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു രീതിക്കൊക്കെ ഉണ്ടാക്കി നോക്കാട്ടോ. എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും ഷെയറൊക്കെ സബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.